ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസ് എംപിയെ പോലും രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് BJP-യുടെ സോഷ്യൽ പേജുകളിൽ ആഘോഷമാണ്. എന്നാൽ അവർ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. 2014-ലും 2019-ലും സമ്പൂർണ്ണ വിജയം ലോക്സഭാ സീറ്റുകളിൽ നേടിയെടുത്ത ടീം, അതായത് BJP-ക്ക് 2024-ൽ കാലിടറി. ശരിക്കും അധ്വാനിച്ചിരുന്നെങ്കിൽ 4 സീറ്റ് വരെ അവിടെ വിജയിച്ചു കയറാമായിരുന്ന, അതായത് BJP-ക്ക് ഈ ആഘാതം മധ്യ മേഖലയിൽ, ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുമായിരുന്ന കോൺഗ്രസിന് ചില എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളിലാണ് അടിതെറ്റുന്നത്. എപ്പോഴും ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ തന്ത്രവിദഗ്ധമായി, അതായത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ലോക്സഭാ മണ്ഡലങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വോട്ടുകളുടെ കണക്കിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ വോട്ട് ടാലി അനുസരിച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വിജയിപ്പിക്കാൻ എന്നുള്ള അമിത്ഷായ്ക്ക് നന്നായി അറിയാം. അങ്ങനെയാണ് മുഴുവൻ സീറ്റുകളും വിജയിപ്പിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരിക്കും ഗുജറാത്തിൽ വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് കണക്കൂട്ടലുകൾ തെറ്റിച്ചു. ഇടയ്ക്ക് ആ 26 സീറ്റിൽ 4 സീറ്റിൽ ലീഡ് വരെ നേടിയെടുത്ത കോൺഗ്രസ് പെട്ടെന്ന് 1-ലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിക്കുക. 182-ൽ ഒരു ഘട്ടത്തിൽ 100-നടുത്ത സീറ്റുകൾ വരെ ലീഡ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. വിജയ് റൂപാണിയെ മനഃപൂർവ്വം ഒതുക്കിക്കൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഭൂപീന്ദർ ഭായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ അധികാരമേറ്റ് അവിടെ പല രീതിയിലുള്ള BJP-ക്കിടയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. BJP വിട്ടുവരുന്നവർക്ക് കോൺഗ്രസിൽ സ്ഥാനം എന്ന രീതി കോൺഗ്രസ് അവലംബിച്ചിരുന്നെങ്കിൽ അസാമിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ BJP-യുടെ 1-ാം തരം നേതാക്കളായി ഏറ്റവും മുൻനിരയിലെത്തി എന്നതിന്റെ കൃത്യമായ ഇക്വേഷന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യവുമാണ്. അത്തരത്തിലൊരു പകരത്തിന് പകരമല്ല കോൺഗ്രസ് തേടുന്നത്. കഴിവും ആർജവും അതോടൊപ്പം ഈ രാജ്യത്തെക്കുറിച്ചുള്ള പൊതുബോധവുമുള്ള, തലയ്ക്ക് വിവരമുള്ള, ബോധവും പൊക്കണവുമുള്ളവരെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അവരെ ജനങ്ങൾ തിരിച്ചറിയാൻ അല്പം വൈകിയെന്നൊക്കെ ഇരിക്കും. പക്ഷെ സത്യം ഒരിക്കലും മൂടി വെച്ചോ അല്ലെങ്കിൽ അനേകം പതിറ്റാണ്ടുകളോളം മറച്ചു വെക്കാനോ കഴിയില്ല. അതെന്തെങ്കിലും പുറത്തറിയും. ജനങ്ങൾ ആവേശത്തോടെ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് ജിഗ്നേഷ് മേവാനി പറഞ്ഞിരിക്കുന്നു.